ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്ഡേറ്റ്സിന്റെ മൊത്ത കച്ചവടക്കാരനായ അഭിലാഷ് സാറ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനല്ലാതെ വേറെ ആരെങ്കിലും അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിലാഷ് ആദ്യം ഇ കോഡ്സ് തൃശ്ശൂർ, ഇ കോഡ്സ് പാലക്കാട്, ഇ കോഡ്സ് എറണാകുളം, പിന്നെ ഹൈക്കോടതി, അങ്ങനെ എല്ലാ സൈറ്റുകളിലും സെർച്ച് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട്, അവൻ തന്നെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും, വളരെ കഷ്ടപ്പെട്ട് ജോലി പോലും ഒഴിവാക്കി, ചായ പോലും കുടിക്കാതെ കഷ്ടപ്പെട്ട് അപ്ഡേറ്റ്സ് തപ്പിക്കൊണ്ടുവരികയാണ്. എന്താണെന്ന് അറിയില്ല, എമ്മാതിരി ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വളരെ മോശമായ രീതിയിൽ ഇന്നലെ അപമാനിച്ചു. ഇവൻ അപ്ഡേറ്റ്സ് തയ്യാറാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള മറ്റൊരു ലീഡർ, കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു ലീഡർ, അദ്ദേഹം ഒരു റിട്ടയർഡ് ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ്സ് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അഭിലാഷിനെ ഇതായി, ഞാനല്ലാതെ നമുക്കറിയില്ല, നമുക്ക് സിംഹം എങ്ങനെയാണ് കാട്ടിലെ രാജാവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹത്തിന് മാത്രമേ എല്ലാത്തിൻ്റെ ചുമതല അല്ലേ? കാട്ടിൽ ഒരു സിംഹം മാത്രമേ ഉണ്ടാവൂ. അപ്പം ഞാനല്ലാതെ വേറെ ആരാണ് ഇവിടെ അപ്ഡേറ്റ്സ് തരാൻ? അല്ലെങ്കിൽ ഞാനിരിക്കുന്ന ഗ്രൂപ്പിലല്ലാതെ നീ എന്തിനാണ് വേറെ ഗ്രൂപ്പിൽ ഇരിക്കുന്നത്? അവിടെ ക്വിറ്റ് അടിച്ചിട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് സ്ക്രീൻഷോട്ടുമായിട്ട് വരൂ, അല്ലെങ്കിൽ ഇവിടെ വലിച്ചു കീറി തേച്ചൊട്ടിക്കൂ എന്നൊക്കെയാണ് ഇവൻ പറയാ. എമ്മാതിരി ഇവൻ ഇപ്പൊ ഒന്നും ജനിക്കേണ്ട ഒരാളല്ല തോന്നുന്നു. പണ്ടെപ്പോ ജനിക്കേണ്ട രാജഭരണത്തിലോ അല്ലെങ്കിൽ അടിമ കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ജനിക്കേണ്ട ആളാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവിടെ റിപ്പോർട്ട് അടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്നിട്ട് വേണം നിങ്ങൾ ഇതാക്കുക. എന്നാലും നിങ്ങളെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും. അങ്ങനെയൊക്കെ ഭയങ്കരമായ ആജ്ഞാപിക്കുന്ന ഒരാളാണ്. ഇന്നലത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ശിവരാമൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ജി എസ് ടി കേസിൻ്റെ അപ്ഡേറ്റ്സ് ഇട്ടതാണ് പ്രശ്നമായത്. ജി എസ് ടി കേസ് എന്ന് പറഞ്ഞത് നമ്മൾ തോറ്റുപോയ കേസാണ്. വക്കീലന്മാർ പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു കേസാണ് നമ്മുടെ കേസ്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരാനേ പാടില്ലായിരുന്നു. അത് പാനിക്കാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അത് അഭിലാഷ് സാറ് അത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഓർഡർ വരാനുണ്ട്, അത് എന്താണെന്ന് അറിയില്ല, സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, അപ്പോൾ നാളെ അപ്ഡേറ്റ്സ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ റിമാർക്സ് കോളത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ വക്കീല് പിന്നെ റിലിംഗ്വിഷ് പറഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ പിന്നെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ആക്കി എന്ന് അതിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇനി എന്തായാലും ഓർഡറായിട്ട് വരേണ്ടത്, അല്ലാതെ വേറെ ഇടക്കാല ഉത്തരവുകളൊന്നും അതിൽ വരാനില്ല. അപ്പോൾ ഇദ്ദേഹം മെസ്സേജ് ഇട്ടതാണ് പ്രശ്നമായത്. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇയാളാരാണ് ഈ അവസാന നിമിഷം ഇങ്ങനെ അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ? അപ്പോൾ എല്ലാവരും പിന്നെ ഇങ്ങനെ ഒരാൾക്ക് ലൈക്കും ഷെയറൊക്കെ ചെയ്യൂലേ? അപ്പോൾ നമ്മളെന്തിനാണ് ഇവിടെ? നമ്മളാരാണ്? നമ്മൾ രണ്ടാം കെട്ടിലുണ്ടായതോ അല്ലെങ്കിൽ എന്താ പറയുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജാതി പ്രശ്നമൊക്കെ ആവും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പം ഇമ്മാതിരി ഇത്രയും സങ്കുചിതമായ, ഇത്രയും തരം താണ മനസ്സിനുടമയാണ് താനെന്ന് എനിക്കറിയാമായിരുന്നു. അറിയാമെന്ന് നിങ്ങൾ എന്ത് ചോദിക്കുന്നുണ്ട്? ഇതാ അറിയാമായിരുന്നു. ഇതിപ്പം ബാക്കി എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുകയും PMൽ പോയിട്ട് സംസാരിക്കുകയും ഫോണിലൂടെ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യാം. പക്ഷേങ്കിൽ ബാക്കിയുള്ളവർക്ക് ആരെങ്കിലും മറ്റു ഗ്രൂപ്പുകളിൽ പോലും നിന്നുകൂടാ എന്നുള്ള കാര്യമാണ് ഇവനൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ പറയാനുള്ളത്, എന്തിനാണോ ഇങ്ങനെയൊക്കെ സ്വയം നാറുന്നത്?